ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അതായത് മോർണിംഗ് വ്യൂ ആണ് കേട്ടോ. ആരും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. നല്ല തണുപ്പും ഒക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. ബീച്ചിലും അതുപോലെ നമ്മളുടെ പൂളിലൊന്നും ആരും ഇല്ല കേട്ടോ. ഫുള്ളിങ്ങനെ ഒഴിഞ്ഞിരിക്കുകയാണ്. നല്ല ശാന്തമായിട്ടുള്ള, കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു മൈൻഡ് നല്ല ഫ്രഷ് ഫീലിംഗ് തോന്നുന്നൊരു വ്യൂ ആണ് കേട്ടോ ഇത്. കുറേ നേരം ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. എത്ര നേരം നിന്നാലും സമയം പോകണ അറിയില്ല. അത്രയും നല്ലത്. ആ വെയിലൊക്കെ ഒന്നായി വരുന്നേ ഉള്ളൂ. വെയിൽ ഇത്തിരി ആയി കഴിഞ്ഞിട്ടുള്ളൊരു വ്യൂ ഇതാണ് കേട്ടോ. കുറച്ചൊന്ന് വെയിലൊക്കെ ആയി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാവും. നല്ല ഭംഗിയുള്ളൊരു എന്താ പറയുക, മോർണിംഗ് തന്നെ നമുക്ക് നല്ല ഫ്രഷ് മോർണിംഗ് ആയിട്ട് തോന്നും. അങ്ങനെ കുറച്ച് നേരം ഈ ബാൽക്കണിയിലൊക്കെ നിന്നു. അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോവുകയാണ് കേട്ടോ. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റൂം ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് മെനു ഉള്ളതെന്ന് നോക്കാം. കുറേ ഡിഷസ് ഉണ്ട്. ഇത് ബുഫേ ആണ്. നമുക്ക് കുറേ വെജിറ്റബിൾസ് ഒക്കെ ആയിട്ട്, കുറേ വെജിറ്റബിൾസ്, പിന്നെ ചീസ്, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പുറത്തുള്ളതൊക്കെ ബ്രെഡ് ഐറ്റംസ്. ഇത് യോഗട്ടാണ് കേട്ടോ. ഇത് കോൺഫ്ലെക്സ്. പിന്നെ കുറേ ബ്രെഡ് ഐറ്റംസ്, കപ്പ് കേക്കൊക്കെ ഉണ്ടായിരുന്നു. ഇതുണ്ടോ കപ്പ് കേക്ക്, പിന്നെ കോരുസൻറ്റും അങ്ങനത്തെയൊക്കെ കുറേ ഐറ്റംസാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ബ്രെഡ്, അങ്ങനത്തെ ബ്രെഡൊക്കെ ഉള്ള ഏരിയ ആണ് ഈ പാർട്ട്. അങ്ങനെ കൊറുസൻറ്റ് പല ഷേപ്പിലുള്ള കൊറുസൻറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതും ബണ്ണ് കണ്ടോ, കുബൂസ്, അങ്ങനെയൊക്കെയുള്ള കുറേ ഐറ്റംസാണ്. പിന്നെ അവിടെ തന്നെ ഓവൻ ഉണ്ട്. നമുക്ക് ബ്രെഡ് വേണമെങ്കിൽ ചൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടോ, ഈ ഓവനിൽ തന്നെ നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം. ടോസ്റ്ററും ഉണ്ട്, ഓവനും ഉണ്ട്. പിന്നെന്താ ഇവിടെ ഇത് ഓംലെറ്റ് ഉണ്ടാക്കാം. ലൈവായിട്ട് അവർ ഓംലെറ്റ് ഉണ്ടാക്കി തരും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെന്താ ഇവിടെ വേറെ എന്തൊക്കെയാണെന്ന് നോക്കാം. സോസേജസൊക്കെ ഉണ്ട് കേട്ടോ. ഇതും ഇത് എഗ്ഗാണ്. ഇത് സോസേജാണ്. പിന്നെ വെജിറ്റബിൾസ്. അടുത്തത് പൊറോട്ട കറിയാണ് കേട്ടോ. ഗ്രീൻ പീസ് ആൻഡ് പൊറോട്ട, പൊട്ടറ്റോ കറിയാണ് കേട്ടോ. ഇത് വേറെ എന്തോ കറിയാണിത്. എന്തത് ബേക്ക്ഡ് ബീൻസാണ്. പിന്നെ ഇതും ബ്രെഡ്സാണ്. പിന്നെ അടുത്തത് നൂഡിൽസാണ് കേട്ടോ. വെജിറ്റബിൾ നൂഡിൽസാണത്. അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പുറത്തെന്താ ഹണി ചീസ്, പിന്നെ അതുപോലെ മറ്റേ സോസുകളും, ഓണിയൻ, ടൊമാറ്റോ, അങ്ങനത്തെ കെച്ചപ്പ് ഒക്കെ. അവിടെ ഒരാൾ നിന്നിട്ട് ലൈവായിട്ട് ഇന്ന് ഓംലെറ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അവർ എന്താ പറയുക, ആ ഒരു ഹോട്ടൽസിൻ്റെ ഒരു ട്രഡീഷണൽ രീതിയിൽ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഓംലെറ്റാണ്. നമുക്ക് ലൈവായിട്ട് അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിത്തരാം. നല്ല ചൂട് ഓംലെറ്റ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓംലെറ്റ് ഉണ്ടാക്കുന്നു. 2 ഓംലെറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് വണ്ണാണിത് കേട്ടോ. ആ ഒരു പ്രോപ്പറായിട്ട് എനിക്കത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അവർ ശരിക്കും ഇങ്ങനെ എന്താ പറയുക, അറിയില്ലേ, ഹോട്ടൽ ചൈനീസൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെ അത് സൂപ്പറായിട്ട് ഉണ്ടാക്കി തന്നായിരുന്നു. പിന്നെ നമ്മളപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മളൊരു വാക്കിനിറങ്ങി. അത് ബീച്ച് ഏരിയയിലാണ് കേട്ടോ. ബീച്ചിലേക്ക് പോവുകയാണ്. ചെറിയ വെയിലും ചെറിയ തണുപ്പൊക്കെ ആയിട്ട് നല്ലൊരു സൂപ്പർ ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് ആ തണുപ്പത്ത് ചെറിയൊരു വെയിലിൻ്റെ ചൂടും കൂടി തട്ടുമ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു. കുറച്ചൊരു ലോങ് വാക്കായിരുന്നു കേട്ടോ. ഇതാണ് കടൽ, ബീച്ചിൻ്റെ ഏരിയയാണ്. അതിലൂടെ ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ കുറേ ഷെല്ലൊക്കെ ഉണ്ട് നിലത്തത്. അവിടെ ഒരാൾ ഷെല്ല് പറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള കുറേ ഷെൽസൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഷെല്ല് പറക്കി ഇങ്ങനെ വരുമ്പോഴാണ് എന്തോ ഒരു ഡിഫറൻസ് നമ്മൾ ആ ബീച്ചിൽ കാണുന്നത് കേട്ടോ. എന്താണെന്നും പറഞ്ഞ് നോക്കുമ്പോഴേക്കും അവിടെ കുറേ മീനുകൾ, ഒരു മീഡിയം ടൈപ്പ് മീനുകൾ, തീരെ ചെറുതുമല്ല എന്നാൽ ഭയങ്കര വലുതുമല്ല, അങ്ങനത്തെ ടൈപ്പ് മീനുകൾ ഒരു ഗ്യാങ്ങായിട്ട് ഇങ്ങനെ പോകുന്നു. ഞാൻ ആദ്യമായിട്ടാട്ടോ അങ്ങനെ മീനുകളെ ഗ്യാങ്ങായിട്ട് ഈ ബീച്ചിൻ്റെ അറ്റത്ത് കാണുന്നത്. നമ്മൾ മറ്റേ കുളവും അങ്ങനെയൊക്കെ ഉള്ള ഇവിടെ കണ്ടിട്ടുണ്ടെന്നല്ല. ഇത് കണ്ടില്ലേ, സെറ്റായിട്ട് ഗ്രൂപ്പ്
ഈ കരയുടെ അടുത്തേക്ക്. പക്ഷെ നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ കാലിലേക്ക് വന്ന് കൊത്തുന്നൊന്നുമില്ല. ഒരുപാടുണ്ട്. അങ്ങനെ നല്ല ഭംഗിയുണ്ട്, രസമുണ്ട് ഇങ്ങനെ കണ്ടു നിൽക്കാൻ. അപ്പം ഞങ്ങൾ കാല് നനയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ഇറങ്ങിയിട്ടാണ്. അങ്ങനെ നമ്മൾ പൂളിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങി കേട്ടോ. കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും വെയിൽ വന്നതുകൊണ്ട് അത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് എന്തായാലും ലഞ്ച് കഴിഞ്ഞിട്ട് പൂളിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞങ്ങളൊന്നും ഡ്രസ്സിലല്ലായിരുന്നു, മോൻ മാത്രം ഇറങ്ങാൻ വേണ്ടി ഡ്രസ്സ് ചെയ്തിട്ട് ഇറങ്ങി. ഇവിടെ അത്യാവശ്യം അത് വെള്ളത്തിന് തണുപ്പൊന്നുമില്ല, വെള്ളം ചൂട് ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളം തന്നെയായിരുന്നു. മറ്റേ കാറ്റുണ്ടായിരുന്നു, തണുത്ത കാറ്റ് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചുമയൊക്കെ ഉണ്ടാവുമെന്നൊരു പേടിയുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. അവന് അപ്പോഴേക്കും ഫ്രണ്ട്സും ഒക്കെ സെറ്റായി അവിടെ കളി തുടങ്ങി കേട്ടോ. അപ്പം ഞങ്ങളെന്തായാലും ഞാനവിടെ സൈഡിൽ ജസ്റ്റ് ഒന്ന് കാല് വെള്ളത്തിലിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നു. രസമുണ്ടായിരുന്നു, നല്ലൊരു എന്താ പറയുക, സൂപ്പർ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. മനോഹരമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.